ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 19ാം ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ദൈവം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ ദിവസങ്ങളിൽ സ്വർഗം നമ്മുടെ ജീവിതത്തിലോട് ചൊരിയുന്ന അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവെ, നിന്റെ വലിയ കരുണയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നുള്ള വലിയൊരു ബോധ്യത്തോടെ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഈ സായം സമയത്ത് നമുക്കായിരിക്കാം. ഈശോയെ, അവിടുത്തെ കാരുണ്യത്തിന്റെ മുൻപിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് വെക്കുകയാണെന്ന് നമുക്ക് ഈശോയോട് പറയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നതൊക്കെ കർത്താവിൻ്റെ ആ വലിയ വിശുദ്ധ ബലിയോട്, വിശുദ്ധ കുർബാനയോട് നമുക്കൊരു സ്നേഹം തരണമേ എന്ന് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസം 19ാം ദിവസം, നാളത്തെ ഞായറാഴ്ചയൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ബലിയോട് വലിയൊരു സ്നേഹം കർത്താവെ എനിക്ക് തരണേ, എൻ്റെ കുടുംബത്തിന് തരണമേ, ഈ ഒരു ആഗ്രഹത്തോടെ നമ്മൾ ഇന്ന് ഈശോയുടെ മുൻപിലായിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. എല്ലാ മക്കളുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെയൊക്കെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് പരമമായ ഒരു ആരാധന അർപ്പിക്കാനുള്ള ഒരു കൃപയാണ് നമ്മൾ ഇന്ന് ദൈവത്തോട് ചോദിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പക്ഷെ ദൈവം നമ്മളിൽ നിന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു ആരാധനയുണ്ട്. അതെന്ന് പറയുന്നത് ദാനിയേൽ പ്രവാചകന്റെ ഒരു ആരാധനയുണ്ട്. ദാനിയേൽ പ്രവാചകൻ ദൈവത്തെ ആരാധിച്ചതും സ്തുതിച്ചതുമൊക്കെ തൻ്റെ ജീവിതത്തിന്റെ വലിയ ഞെരുക്കങ്ങളിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്കും ദൈവത്തെ സ്തുതിക്കാൻ അങ്ങനെ ഒരു ആത്മീയ അഭിഷേകം കർത്താവെ നമുക്ക് തരണേ എന്ന് ഈശോട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ആ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങളിൽ, ശരിക്കും പറഞ്ഞാൽ 3 യുവാക്കന്മാർ തീച്ചൂളയിൽ കിടന്ന് എരിയുന്ന തീച്ചൂളയിൽ കിടക്കുകയാണ്. അപ്പോൾ എരിയുന്ന തീച്ചൂളയിലേക്ക് ദാനിയേലിനെയും കൂട്ടരെയും വലിച്ചെറിയുമ്പോഴും എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് ആ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വലിയ കൃപ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. കർത്താവിൻ്റെ ആ കർത്താവിനെ സ്തുതിച്ച 3 ബാലന്മാരുടെ കീർത്തനം, ഒരു 1-2 വാക്കുകളിലല്ല അവർ പ്രാർത്ഥിക്കുന്നത്. അവര് ദൈവത്തോട് പറയുന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞുള്ള വലിയൊരു ബലിയർപ്പണം പോലുള്ള പ്രാർത്ഥനയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം യുവത്തില് ദഹന ബലിയോ മറ്റു ബലികളോ അർച്ചനയോ ധൂപമോ ഞങ്ങൾക്കില്ല. അങ്ങേക്ക് ബലി അർപ്പിക്കുന്നതിനോ അങ്ങയുടെ കാരുണ്യം തേടുന്നതിനോ ഒരിടവും ഞങ്ങൾക്കില്ല. അതായത് തങ്ങളുടെ ജീവിതത്തിന്റെ വലിയ തീച്ചൂളയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, കർത്താവെ, നിനക്ക് തരാൻ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ മുട്ടാടുകളും കാളകളും 10,000-കണക്കിന് ആടുകളും കൊണ്ടുള്ള ബലിയാൽ എന്നതുപോലെ പശ്ചാത്താപമായി വിവശമായ ഹൃദയത്തോടെ വിനീതമായ മനസ്സോടെ അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. കർത്താവെ, അന്നേ ദിവസം അങ്ങനെ സ്വീകരിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണേ. വീണ്ടും പറയും, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ അനുഗമിക്കും. എന്തെന്നാൽ അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളത്തെ ഞായറാഴ്ചയെ പാർത്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മനോഹൃദയ പ്രതിഷ്ഠയുടെ 19ാം ദിവസം പ്രാർത്ഥിക്കുക. നാളത്തെ നമ്മുടെ വിശുദ്ധ ബലി പശ്ചാത്താപ വിവശമായ ഒരു ഹൃദയത്തോടെ, വിനീതമായൊരു മനസ്സോടെ ദൈവത്തെ സമീപിക്കുന്ന ഒരു ബലിയായിട്ട് മാറും. നമുക്ക് കൊടുക്കാനായിട്ട് വലിയ കാളകളുടെയോ അല്ലെങ്കിൽ ആട്ടിൻകുട്ടങ്ങളുടെയോ അല്ലെങ്കിൽ വലിയ സമ്പന്നതയുടെയോ ഒന്നും വലിയ ഇത് നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമ്മുടെ ഹൃദയം മുഴുവൻ നമ്മൾ ദൈവത്തിന് കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ പുത്രന്റെ കൂടെ നടന്നു, പുത്രന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചു. അത് അമ്മയുടെ വലിയൊരു ബലിയായിരുന്നു. ദൈവത്തിന്റെ സ്വന്തമായി തീർന്ന എല്ലാവരും ജീവിതം കൊണ്ട് ബലിയർപ്പിച്ചവരാണ്. അപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിന്നെ അർപ്പിച്ച് ആരാധിക്കാനുള്ള കൃപ തരണമേ. ആ വലിയ കൃപ ചോദിച്ചുകൊണ്ട് ഇന്ന ദിവസം നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 19ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം നമ്മൾ 18 ദിവസവും മുടങ്ങാതെ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം തന്നു. നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് നോക്കുക. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 18 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഏത് മേഖലയിലാണ്, എൻ്റെ സാമ്പത്തിക മേഖല അതൊന്നുമല്ല ഞാൻ ചോദിക്കുക, നമ്മുടെ ആത്മീയ തലങ്ങളുടെ ഏത് മേഖലയിലാണ് ഒരുക്കപ്പെടലുകൾ നടന്നിരിക്കുന്നത്? ഒരുക്കപ്പെടലുകൾ ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് നടന്നിരിക്കുന്നത്? നമ്മൾ ഇന്ന് ഈശോയോട് ചോദിക്കുകയാണ്, അമ്മയോട് ചേർന്ന് ചിന്തിക്കണം. എനിക്കും അത് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, പരിശുദ്ധ അമ്മ ആത്മീയ മേഖലകളിൽ ആത്മാവിനെ ഒരുക്കുന്ന ഈ 18 ദിവസങ്ങൾ ഓരോ ദിവസവും നമുക്കത് ബോധ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിച്ച ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും കർത്താവ് ആ കൃപ തരും. അപ്പൊ നമ്മൾ ആത്മാവിന് വേണ്ട വലിയ കൃപയുടെ സമ്പന്നത ചോദിച്ചു മേടിക്കുന്ന ദിവസങ്ങളാണ്. അപ്പൊ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാനയോടുള്ള അഗാധമായൊരു സ്നേഹം, മരണത്തോളം കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കാനുള്ളൊരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ രാജസ്ഥാനിൽ എൻ്റെ
PhDയുടെ കോഴ്സ് വർക്ക് ചെയ്യാൻ പോയ സമയം. അപ്പോൾ അവിടെ വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ച ഞാൻ ഒരിക്കലും കുർബാന മുടക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞായറാഴ്ച വിശുദ്ധ കുർബാന എനിക്കില്ല. കുർബാനയ്ക്ക് പോകണമെങ്കിൽ ഞാൻ 80 കിലോമീറ്റർ അകലെ വണ്ടി ഓടിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം. ടാക്സി വേണം. അതിന് ഏകദേശം അവിടെ നമുക്കറിയാം 2500 രൂപ കൊടുക്കണം. അത് മാത്രമല്ല, പോയിട്ട് എനിക്ക് തിരിച്ചു വന്ന് അന്ന് 10 മണിക്ക് എനിക്ക് കോഴ്സ് വർക്കിന്റെ സൈൻ പേപ്പറിൽ സൈൻ മേടിക്കണം. ആ സൈൻ കിട്ടും. ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയോ ചെയ്യാതിരുന്നാൽ എനിക്ക് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ദിവസം ആ കോഴ്സ് 10 ദിവസം ചെയ്തത് നഷ്ടമായി പോകും. പക്ഷെ എനിക്ക് കുർബാനയ്ക്ക് പോകണം, ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാനൊരു ടാക്സിക്കാരനെ കണ്ടുപിടിച്ചു. കുർബാനയ്ക്ക് പോവുകയാണ്. അപ്പോൾ എനിക്കറിയാം അവിടെ ചെന്ന് 9 മണിക്ക് കുർബാനയും കഴിഞ്ഞ് 80 കിലോമീറ്റർ നമ്മുടെ അവിടുത്തെ രാജസ്ഥാനിലെ ചേട്ടൻ 120 കിലോമീറ്റർ ദൂരത്തിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷെ എത്തുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമം. ഈ 10 ദിവസം ഞാൻ അധ്വാനിച്ചത് മുഴുവൻ, വലിയ ചൂടുകാറ്റും എല്ലാം ഉണ്ടായിരുന്നിട്ടും കഷ്ടപ്പെട്ട് ചെയ്തു തീർത്തതെല്ലാം വൃഥാവിലാവും ഈ സൈൻ കിട്ടിയില്ലെങ്കിൽ. പക്ഷെ കുർബാനയ്ക്ക് കൊടുത്തൊരു വില, പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാം കഴിഞ്ഞ് കറക്റ്റ് 10 ചേട്ടൻ ഇത് കൂടുതലും പോസിബിൾ എനിക്ക് ഓടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ഹിന്ദിയൊന്നും എനിക്ക് അധികം അറിയത്തില്ല. ഞാൻ 10 ഞാൻ ആ ഹോളിൽ വന്ന് കയറുമ്പോൾ മാഡം എന്നെ നോക്കുവാണ്. കാരണം മാഡം ക്ലാസ്സിൽ വന്നു. മാഡം ഗെറ്റെന്ന് പറഞ്ഞ് എന്നെ നോക്കി ചിരിച്ചു കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, പേപ്പർ ഇതാ. എൻ്റെ പേപ്പറിൽ മാഡം എനിക്ക് സൈൻ ഇട്ട് തരികയാണ്. അപ്പം ഞാനിങ്ങനെ ഓർക്കുകയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഓരോ ത്യാഗങ്ങളും ദൈവം കാണും. ഒരു കുർബാനയ്ക്ക് വേണ്ടി ഇന്നലെ ലണ്ടനിലെ നൈറ്റ് വിജിൽ നടക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി 6 മണിക്കൂർ യാത്ര ചെയ്ത് എക്സ്മൗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഹോൺചർച്ചിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവൾ ഓൾറെഡി ഒരു ബസ് ബുക്ക് ചെയ്തു, അത് ക്യാൻസലായി പോയി. ട്രെയിൻ ബുക്ക് ചെയ്തു, അത് കിട്ടിയില്ല, അതിന്റെ പൈസ പോയി. പിന്നെ എക്സ്ട്രാ പൈസ കൊടുത്ത് അവൾ പാവം, അത് സ്റ്റുഡന്റ് വിസായി വന്നിരിക്കുന്നതാണ്. അങ്ങനെ എല്ലാം ചെയ്ത് അവൾ ഇവിടെ എത്തി. ധ്യാനമൊക്കെ കഴിഞ്ഞു. അവൾ എന്നോട് പറയുകയാണ്, സിസ്റ്റർ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ ഈശോയെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ എന്ന് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്ന. ഞാൻ ഈശോയെ തെരഞ്ഞെടുത്തു എന്ന് എനിക്കറിയാം. ഒത്തിരി സ്ട്രഗിൾ ചെയ്താ ഞാൻ ഇന്നലെ ധ്യാനത്തിന് വന്നേ. അല്ലെ വീട്ടിലെത്തും മുമ്പ് എനിക്കൊരു വിസ കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ BRPയുടെ ഡേറ്റ് തീർന്ന് 4 ദിവസം ഇനി അവശേഷിക്കുന്നു. ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വിസ കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പാസ്പോർട്ട് ഇന്ന് റിട്ടേൺ ആകുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഈശോയെ സെലക്ട് ചെയ്ത് ഞാൻ അങ്ങ് വന്നു. ഞാൻ ഇതിനുവേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ല സിസ്റ്ററെ. ഇന്ന് എനിക്ക് 12 മണിയാവുമ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തു, ഇപ്പോൾ രാവിലെ 6 മണിക്ക് ഇറങ്ങിയ യാത്രയാണ് സിസ്റ്ററെ, 12 വീട്ടിലോട്ട് എത്തുന്നുള്ളൂ. എനിക്ക് ഇപ്പോൾ ഇതാ മെയിൽ വന്നിരിക്കുകയാണ്, എനിക്ക് വിസ അടിച്ചു എന്ന് പറഞ്ഞ് അവളെന്നോട് പറയാണ്, സിസ്റ്റർ ഞാൻ ദൈവത്തിന് വില കൊടുത്തപ്പോൾ, എൻ്റെ കർത്താവിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ കൃപകൾ ചൊരിയും. അപ്പൊ നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതാണ് കർത്താവിന്റെ ആ വിശുദ്ധ ബലിയോടുള്ള വലിയ സ്നേഹം നമുക്ക് നമ്മുടെ കുടുംബത്തിനെല്ലാം കിട്ടണം. നമ്മുടെ കുടുംബത്തിന് കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതം. BRP തീരാൻ 4 ദിവസങ്ങളേ ഉള്ളൂ, എക്സ്പയറി ആകും. അപ്പൊ എങ്ങനെയാ വിസ? ഒരു കാരണവശാലും ഇവിടെ UK നമുക്കറിയാം അത് അടിക്കില്ല. പക്ഷെ ദൈവം അത് അവക്ക് കൊടുക്കുകയാണ്. അവൾ എന്നോട് പറയാണ്, ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അനുനിമിഷം തലേദിവസം പാതിരാവന്റെ നിറവിൽ അവളിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അവളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണ്. നമ്മുടെ ദൈവം കുർബാനയോട് നീ ചേർന്നിരിക്കുമ്പോ, വിശുദ്ധ ബലിപീഠത്തോട് നീ ചേർന്നിരിക്കുമ്പോ ഞെരുക്കങ്ങളിൽ ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക്. അതെനിക്ക് ഉറപ്പാ. അതിപ്പോ ആരെന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ആര് സംസാരിച്ചാലും എനിക്ക് ഉറപ്പുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈശോയെ കുറിച്ച് പറയുമ്പോഴേക്കും ഒത്തിരി വിമർശനങ്ങൾ കേൾക്കുന്നത്. നമ്മൾ ഈശോയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സങ്കടങ്ങളും കുത്തുവാക്കുകളും പല കാര്യം, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, പലതും കേൾക്കേണ്ടി വരും. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുന്ന വിലയ്ക്ക് ഒരുപാട് മൂല്യമുണ്ടെന്ന് സ്വർഗം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ 19-ാം ദിവസം എന്റെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ അമ്മ നമ്മളോട് പറയുകയാണ്, എന്റെ മഹാവിജയത്തിന്റെ ഭാഗമാകുന്ന ഒരു കുഞ്ഞിന് ഹൃദയത്തിൽ രൂപാന്തരീകരണം സംഭവിക്കും. അമ്മ പറയുകയാണ്, ആത്മാവിൽ അസാധാരണമായ കൃപ നിലനിന്നാൽ മാത്രം ഇത് സാധ്യമാവുകയുള്ളൂ. ഈ കൃപയുണ്ടെങ്കിൽ ദൈവികമായ ഒരു ഒന്നാകൽ സംഭവിക്കും. ഈശോയുടെ ഹൃദയവുമായി നടക്കുന്ന ഒന്നാകൽ, ഹൃദയങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. നാം ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നേ മതിയാവുകയുള്ളൂ. രണ്ടിലും പെടാത്തൊരു സ്ഥലമില്ല. ഹൃദയം എനിക്ക് നൽകപ്പെടുന്നില്ലെങ്കിൽ ഉടനെ തന്നെ അത് സാത്താന്റെ വലയിൽ വീഴും. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, എന്റെ മഹാവിജയം ലോകത്തിന്റെ ഗതി മാറ്റുന്നതാണ്. മറ്റെന്തിനേക്കാളും ഇപ്പോൾ ലോകത്തിന് ആവശ്യം പ്രാർത്ഥനയുടെ ഐക്യമാണ്. കൈകളല്ല, ഹൃദയങ്ങളാണ് ഒന്നു ചേരേണ്ടത്. ഈ ദൈവിക പദ്ധതിയിൽ ചേരുന്ന കുഞ്ഞുങ്ങളെല്ലാവരും എന്നിലൂടെ ഹൃദയം കൊണ്ട് ഒന്നായിരിക്കണം.
എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇത് ആവശ്യമാണ്. ഓർക്കുക, ഒരു കുഞ്ഞിന്റെ ഏറ്റവും വലിയ ശത്രു അഹങ്കാരമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിത്താണ് അഹങ്കാരം. അനാവശ്യമായ തോന്നലുകളുടെയും മാറ്റങ്ങൾ വരേണ്ട സമയമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മാർത്ഥ ശ്രമം എത്ര അത്യാവശ്യമാണ് എന്നറിയാം. അമ്മ നമ്മളോട് ചോദിക്കുകയാണ്, നാം പരിപൂർണരാകാൻ ഒരു മാർഗമേ ഉള്ളൂ. ഈശോയോട് യോജിപ്പുള്ളവരാവുക, ഈശോയോട് ഒന്നാവുക, ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈശോയുമായി ഒന്നായി ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ട് ജീവിക്കണമെങ്കിൽ അതിനായി ദൈവം നിർമ്മിച്ച വഴിയിലൂടെ നാം നീങ്ങണം. ഈശോയോട് ഏറ്റവും താതാമ്യപ്പെട്ട വ്യക്തി മാതാവാണ്. സ്വാഭാവികമായും ദൈവവുമായി ഐക്യപ്പെടാൻ മാതാവ് വഴിയാണ് യാത്ര ചെയ്യേണ്ടത്. മാതാവ് വഴി യാത്ര ചെയ്യണമെങ്കിൽ നാം സമർപ്പണം വഴി മാതാവുമായി ഐക്യപ്പെടണം. എത്രയധികം നാം മാതാവിനോട് ഇഴുകിച്ചേരുന്നുവോ അത്രയധികം ദൈവവുമായി ഗാഠബന്ധത്തിൽ നാം എത്തിച്ചേരും. മാതാവിന്റെ വിമല ഹൃദയത്തിന് നാം സ്വയം സമർപ്പിക്കുമ്പോൾ നാം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങളെ തന്നെ എന്റെ ഹൃദയത്തിൽ സമർപ്പിക്കും. എന്നിലൂടെ നിങ്ങൾക്ക് ഈശോയുടെ ഹൃദയത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഈശോയുടെ ദിവ്യ ഹൃദയത്തിന്റെ വലിയ സ്നേഹത്തിന്റെ പ്രകാശനമാണ് വിശുദ്ധ ബലി. വിശുദ്ധ ബലിയെ അതിഗാധമായി സ്നേഹിക്കണമെങ്കിൽ ഞാനും നിങ്ങളും വിശുദ്ധ കുർബാനയുടെ അമ്മയായ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഓർക്കുന്നു. ഓരോരുത്തരുടെയും സങ്കടങ്ങളെയും വേദനകളെയും ഭാരങ്ങളെയും ഒക്കെ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് എല്ലാ മക്കളെ ഏറ്റെടുക്കണേ. ഈശോയെ, ഓരോ കണ്ണുനീരുകളെ ഏറ്റെടുക്കണേ. കർത്താവെ, അവിടുന്ന് കരുണയോടെ ഞങ്ങളെ കടാക്ഷിക്കണേ. കർത്താവിന്റെ വലിയ കൃപയിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അമ്മയുടെ വിജയത്തിനായി ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും. അമ്മ നമുക്ക് തന്ന സ്നേഹത്തിന്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോയാൽ നാം ആ തെറ്റ് കണ്ടുപിടിക്കണം. മറ്റുള്ളവരുടെ വളർച്ചയിലല്ല ചിലപ്പോൾ നാം ദുഃഖിക്കുന്നത്. നാം സാമ്പത്തികമായി തളരുമ്പോഴാണ്, അർഹതയില്ല എന്ന് നാം കരുതുന്ന മറ്റുള്ളവർ വളരുമ്പോൾ നാം ദുഃഖിക്കുന്നുണ്ടോ? അവർ നമ്മുടെ വഴി തടസ്സം ചെയ്യുന്നു എന്ന് വിചാരിച്ചാണ് നാം ദുഃഖിക്കുന്നത്. അമ്മയ്ക്കുള്ള സമർപ്പണം വഴി മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സന്തോഷിക്കാൻ അമ്മ പഠിപ്പിക്കുന്നു. മാതാവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു മാതൃകാ വ്യക്തിയാവാൻ നമുക്ക് കഴിയുമ്പോൾ അമ്മയുടെ മഹാവിജയം സംഭവിക്കും. ഇത് നടക്കില്ല എന്ന് നമുക്ക് സാത്താൻ പഠിപ്പിച്ചു തരാൻ ശ്രമിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന ആ സമയത്തിൽ എന്ന പോലെ നമുക്ക് ലഭിച്ച കൃപ നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിച്ചതുപോലെ നാം ഓരോ ദിവസവും ജീവിക്കണം. നമുക്ക് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എല്ലാ ഭക്തികളെ സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ജോലിയില്ലാത്ത മക്കള്, പ്രത്യേകിച്ച് വിസ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, വിസ ഇല്ലാത്ത ഒത്തിരി പേര് നിങ്ങൾ മീഡിയയിലൂടെ ഒക്കെ കേൾക്കുന്നുണ്ട്. UK-യിലും മറ്റു പല സ്ഥലങ്ങളിലും വിസ ഇല്ലാത്തവര് വിസിറ്റിംഗ് വിസയില് വിദേശങ്ങളിലേക്ക് എത്തിയിട്ട് വിസയുടെ കാലാവധി തീരുന്ന അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ ആയിരിക്കുന്ന മക്കളാണ്. അവരെല്ലാം നമ്മൾ സമർപ്പിക്കുകയാണ്. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയമേ, ഞാൻ കാണുന്നവർക്കെല്ലാം ദൈവസ്നേഹം കൊടുക്കാൻ സമർപ്പണ സമയത്തെന്നതുപോലെ എന്നെ സഹായിക്കണമേ. സാത്താൻ വളരെ വലുതാക്കി എനിക്ക് കാണിച്ചു തരുന്ന മറ്റു മനുഷ്യരുടെ കുറ്റങ്ങളെല്ലാം ഞാൻ നിസ്സാരമാക്കി അവഗണിക്കട്ടെ. എല്ലാ മനുഷ്യരും അങ്ങ് ലാളിക്കുന്ന കുഞ്ഞു മക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. അങ്ങ് എന്നെയും ലാളിക്കുന്നല്ലോ. എന്റെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരത്തെ വേരോടെ പിഴുതെറിയണമേ. സാത്താൻ സൃഷ്ടിക്കുന്ന മായാവലയങ്ങളിൽ ഞാൻ നിബന്ധിക്കാതിരിക്കട്ടെ. മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ഞാൻ അമ്മയുടെ മഹാവിജയത്തിനായി അന്വേഷിക്കട്ടെ. സമർപ്പിതരുടെ ഹൃദയങ്ങൾ ഒന്നാവുകയും ഞങ്ങൾ ഒരുമിച്ച് അധ്വാനിക്കുകയും ചെയ്യുമാറാക്കണമേ. അമ്മയുടെ വിജയം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൃപയാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരീകരണം നടത്താൻ പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയാണല്ലോ ഇത്. ഭാഗ്യവതിയായ കന്യകെ, എന്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ. അപ്പോൾ സാത്താന്റെ കെണിയിൽ ഞാൻ വീഴുകയില്ല എന്ന് എനിക്കറിയാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 28-ാമത്തെ വചനം. നാം ദൈവത്തിൽ ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് അമ്മ തരുന്ന വചനം. നമുക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കണ്ണുനീരുകളെയൊക്കെ സമർപ്പിക്കാം. വിശുദ്ധ ബലിയിലൂടെ വലിയൊരു സ്നേഹം നമുക്കുണ്ടാവട്ടെ. വിശുദ്ധ ബലിയെ സ്നേഹിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. പ്രിയപ്പെട്ട മക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ കോമൺ പ്രയറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ സമയത്ത് അമ്മയുടെ മുമ്പിലെ ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ നമുക്ക് സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് കൊണ്ടുകൂടി ഷെയർ ചെയ്യുക. കാരണം ഇന്ന് ലേറ്റ് ആയിട്ടാണ് മുമ്പിലെ ഹൃദയ പ്രതിഷ്ഠ നടത്തുന്നത്. ഇച്ചിരി തിരക്കായി പോയി. നമുക്ക് അതുകൊണ്ട് മറ്റുള്ളവർ കൂടി ഈ സമയത്ത് പങ്കെടുക്കട്ടെ. നാട്ടിൽ രാത്രിയാകുന്നു. അപ്പൊ നമുക്ക് അവരും കൂടെ പങ്കെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രനും പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അമ്മേ മാതാവേ, എന്റെ അമ്മയും രാജ്ഞിയുമായി പരിശുദ്ധ കന്യകാമറിയമേ, ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. വിശിഷ്യ എന്റെ കണ്ണുകളും കാതുകളും എന്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അമ്മ എന്റെ സ്വന്തമാണ്, ഞാൻ അമ്മയുടേതും. കർത്താവിന്റെ മാലാഖാ പരിശുദ്ധ മൃതത്തിൽ വചിച്ചു. പരിശുദ്ധാവാൻ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതാ കർത്താവിന്റെ ദാസിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സുസ്തിയെ. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാൻ. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണ മുഖേന ഉയർന്ന മഹിമയെ പ്രാപിപ്പ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആശാ സിബിയെ സമർപ്പിക്കുന്നു. KT ബിജുവിനെ സമർപ്പിക്കുന്നു. കെസ് തോമസിനെ സമർപ്പിക്കുന്നു. ജിജോ എബ്രഹാമിനെ സമർപ്പിക്കുന്നു. നിഷാർ ബാബുവിനെ സമർപ്പിക്കുന്നു. KT റിജുവിനെ സമർപ്പിക്കുന്നു. നിങ്ങൾ ഒരു നിയോഗങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളൂ, അതെല്ലാം നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കും. ജോയിസ് ജോർജിനെ, മേരി ഡിസൂസായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സനീഷ് തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ വ്യക്തികളെ, അവരുടെ കുടുംബങ്ങളെ കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണം. ഈശോയെ ഏറ്റെടുക്കണേ അപ്പാ, കരുണയായിരിക്കണേ അപ്പാ. ബിനു സന്തോഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, സ്വപ്ന വിൻസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ പ്രത്യേക നിയോഗത്തിന്റെ മേൽ ഈശോയുടെ കൃപ ഇറങ്ങി വരട്ടെ. ഡെയ്സി സജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദേവമാതാവെ, വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും ആമേൻ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, അങ്ങയുടെ തിരുമുൻപിലേക്ക് ഈ സമയത്ത് സോളി കുര്യനെ സമർപ്പിക്കുന്നു. ജോഷി ജോബിനെ സമർപ്പിക്കുന്നു. ക്രിസ്റ്റി മാത്യുവിനെ സമർപ്പിക്കുന്നു. ലിജോ കാവിലിനെ സമർപ്പിക്കുന്ന കർത്താവെ, റോജൻ തോമസിനെ സമർപ്പിക്കുന്നു. ഈശോയെ, അനു ജോജിയെ, കർത്താവെ ഹന്ന മറിയം ജോജിയെ സമർപ്പിക്കുന്നു. കർത്താവെ, ശ്രീകണ്ഠൻ ശ്രീയെ സമർപ്പിക്കുന്നു. ജിനി മരിയായെ സമർപ്പിക്കുന്നു. ജിൻസ് വർഗീസിനെ, തങ്കം ആന്റണിയെ, ശ്രേയെ, ഷോയ ഡോണിയ ജോഷിയെ സമർപ്പിക്കുന്ന കർത്താവ്, ലിജോ കാവിൽ, ലിജോ സെബാസ്റ്റ്യൻ, കർത്താവെ, ബിജി സജുവിനെ, സിനി സജിയെ സമർപ്പിക്കുന്ന കർത്താവെ, സജിത ബിനുവിനെ സമർപ്പിക്കുന്നു. മിഥുൻ VM, സിനി സജി, കർത്താവെ ഓരോരുത്തരും ഏറ്റെടുക്കണേ അപ്പ. മിനി എബ്രഹാമിനെ സമർപ്പിക്കുന്ന കർത്താവെ, സണ്ണി പുത്തൂർ, നിമ്മി റോയിയെ സമർപ്പിക്കുന്ന കർത്താവെ, മിനി പൗലോസിനെ കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ സന്തോഷ് എബ്രഹാമിനെ ഏറ്റെടുക്കണേ കർത്താവെ. ആതിര ബെന്നിയുടെ നിയോഗത്തിന് മേൽ ഈശോ ഇറങ്ങി വരട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവ ശരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
ഒന്ന് വേണ്ടുന്ന ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തന്മയും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കുമാമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ആന്റണി ഈജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ആൻഡ്രൂസ് റൂബിയെ സമർപ്പിക്കുന്ന കർത്താവെ, സ്റ്റാലിൻ ഹെറോദിനെ സമർപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ അപ്പ. മോഹൻ എന്നമാറിനെ സമർപ്പിക്കുന്ന, അനുശ്രീയെ സമർപ്പിക്കുന്നു, ജൂലി ഡിനി വർഗീസ്, അമര ജിയ, ദീപ ജേക്കബ്, ജോസഫൈൻ ഡിയോൺ കർത്താവെ സമർപ്പിക്കുന്ന കർത്താവെ ജർമ്മൻ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഈശോ എടുത്തു മാറ്റണേ അപ്പ. ബിനി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനിത ബിജുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, പരിശുദ്ധ ദൈവമാതാവേ, ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. രാജ്യം വരണമേ. ഞങ്ങൾ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും നീക്കുവാമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, തോമസ് ചാക്കോ, സെൽമ ജോൺ, ജിതിൻ ആദം, ബിനി തോമസിനെ സമർപ്പിക്കും. ഡോളി ജോബിളിനെ സമർപ്പിച്ചു പ്രാർത്ഥി. ഷീജ സേവിയർ, ലിസിമോൾ ആന്റണി, ബിൻസി സ്റ്റാലിൻ കർത്താവെ കരുണയായിരിക്കണേ. കർത്താവെ, ഓരോ മക്കളെവിടെ നിയോഗങ്ങളെ രഞ്ജു അഗസ്റ്റിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ അപ്പ. മിനിമോൾ തോമസിനെ സമർപ്പിക്കുന്ന കർത്താവെ, സിനി ബാബുവിനെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ ഒന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചാൽ നന്നായിരുന്നു. കർത്താവെ, സുമിൻ അനീഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണേ അപ്പ, കരുണയായിരിക്കണേ കർത്താവെ. ജോഷി ജോബിയെ സമർപ്പിക്കുന്നു. ജാൻസി ആൽവിൻ, പരിശുദ്ധ മാതാവ്, എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എന്നേക്കുമാമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമയെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കുമാമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, തിരുമുൻപിലേക്ക് ഈശോയെ റിയാറ്റി വർഗീസിനെ സമർപ്പിക്കും. ലിസി സജി, ഷൈബുവിനെ സമർപ്പിക്കുന്ന കർത്താവെ. ജോഷി ജോബിനെ സമർപ്പിക്കുന്നു കർത്താവെ. ബിനുവിനെ, ഷാർലുവിനെ, ഡാനിയലിനെ സമർപ്പിക്കുന്ന കർത്താവെ. ഫ്ലാവീന ഫ്രാൻസിസിനെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ അനുഗ്രഹിക്കണ ഈശോയെ. പീറ്റർ വർഗീസിനെ സമർപ്പിക്കുന്ന കർത്താവെ. സിയോൻ സഞ്ചാരിയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശോഭനയെ സമർപ്പിക്കുന്ന കർത്താവെ. സ്മിത എബിയെ സമർപ്പിക്കുന്നു. മിനി ജോൺ അലക്സിനെ സമർപ്പിക്കുന്നു. അമ്മിണി വർഗീസിനെ സമർപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ. ലിൻഡ ലിജോയെ സമർപ്പിക്കുന്ന കർത്താവെ. സൂസൻ ജോർജിനെ സമർപ്പിക്കുന്ന കർത്താവെ. കിങ്സ്ലിയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണേ അപ്പ. സെബാസ്റ്റ്യൻ ആൻഡ് ബിൻസിയെ സമർപ്പിക്കുന്ന കർത്താവെ. കെസ് തോമസിനെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി ആരാധന, സ്തുതി ആരാധന. സ്തുതിക്കുന്നു കർത്താവെ. ബിന്ദു ബിനോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ അപ്പ.
പ്രിൻസി സോഫിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ അനുഗ്രഹിക്കണം. ഈശോയെ റിജു സിറിയക്ക്, ഷീല പോളിയെ സമർപ്പിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണം. ഈശോയെ പരിശുദ്ധ ദൈവമാതാവെ, വിശുദ്ധിയിൽ നിലനിൽപ്പെന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ടോണി ജെയിംസിനെ സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ബീന വർഗീസിനെ സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് കർത്താവെ ഓരോ വ്യക്തികളെ മഹിമയെ സമർപ്പിക്കുന്ന കർത്താവെ, മാത്യു ജോളിയെ സമർപ്പിക്കുന്നു. ഈശോയെ ജോല മാർട്ടിനെ സമർപ്പിക്കുന്നു. സോളി സിബിയെ സമർപ്പിക്കുന്നു. സിമി ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ വ്യക്തികളുടെ നിയോഗങ്ങളിലേക്ക് കർത്താവെ അവിടുന്ന് ഇറങ്ങി വരണേ. കർത്താവെ ശക്തിപ്പെടുത്തണേ. കർത്താവെ പരിശുദ്ധാത്മാവ് നിറക്കണേ. അപ്പ സോളി സിബിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിസ തടസ്സങ്ങള്, ജോലി മേഖലകളിലെ ബുദ്ധിമുട്ടുകള്, രോഗപീഠകള്, കർത്താവ് വിവാഹം നടക്കാത്ത അവസ്ഥകള് ഈശോയുടെ നാമത്തിൽ എല്ലാം ഏറ്റെടുക്കണം. ഈശോയെ സ്തുതിക്കുന്നു. ബിജോയി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ, ബിനി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവളുടെ സിസ്റ്റർ ബിൻസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവെ, അനുസ്മരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ ഹൃദയം തുറക്കണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, ജോയിസ് ജോസനെ സമർപ്പിക്കുന്ന കർത്താവെ, ജെയ്സൺ മാത്യുവിനെ കർത്താവെ, കഴുത്തിന്റെ ഡിസ്കുകൾ ഓപ്പറേഷൻ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈശോ തൊടണേ. അപ്പ വർഗീസ് മത്തായെ, കൃപയെ, ശാലിച്ചേച്ചിയെ സമർപ്പിക്കുന്ന കർത്താവെ, ജോബി കളപ്പുരയ്ക്കലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ അനുഗ്രഹിക്കണേ. കർത്താവെ, ബ്ലെസ്മി റോബിനെ സമർപ്പിക്കുന്നു. ചിക്കു ചന്തുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, സാലി ജോൺസണെ സമർപ്പിക്കുന്നു. ഈശോയെ ലിജോ കാവിൽ, ഡോണിയ ജോഷി, ജിനേഷ് ജോസഫ് കർത്താവെ, ജോമി വള്ളിപ്ലാക്കലിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ അനുഗ്രഹിക്കണേ. കർത്താവെ സ്തുതിക്കുന്നു എല്ലാ മക്കളുടെയും മേൽ. ബ്ലെസ്മി ജോബിനെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ജൂലി ഈശോയെ ഏറ്റെടുക്കണേ. അപ്പാ കർത്താവെ, റോസ്മിൻ മാർട്ടിനെ സമർപ്പിക്കുന്ന എല്ലാ മക്കളുടെ മേല് ഇന്ന് പരിശുദ്ധ നമ്മുടെ ഹൃദയം വഴി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ഉണ്ടാവാൻ നമ്മൾ ഈശോയെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ മഹത്വം. എന്റെ ഈശോയെ നന്ദി പറയുന്നു. കർത്താവേ, എന്റെ കർത്താവേ നിനക്ക് നന്ദി പറയുന്നു. എന്റെ കർത്താവേ നിന്നെ സ്തുതിക്കുന്നു. ഈശോയെ ഓരോ മക്കളുടെയും വേദനകളിലേക്ക് ഈശോ ഇറങ്ങി വരട്ടെ. ഈശോയെ ഷീജ മോളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ ജാൻസി ബേസിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജിൻസി ബേസിലിനെ സമർപ്പിക്കുന്ന കർത്താവേ, ലൈസി സന്തോഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് ആൻസി ചേച്ചി മില്ലിയേട്ടനെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് സിബിച്ചേട്ടനെ സാലി ചേച്ചിയെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് ബെറ്റി ചേച്ചി ലാലിയേട്ടനെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് ലിഷിയെ റിജോയെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, ജോയിക്ക് ജയ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ ഷാൽബി ഷിജുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ ആതിര അന്തപ്പനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ധീരവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ബിജോയി ജോസഫിനെ ഏറ്റെടുക്കണേ. അപ്പ പരിശുദ്ധാത്മാവ് നിറയ്ക്കണേ. കർത്താവെ, എല്ലാ മക്കളുടെ രോഗപീഠകളിലേക്ക് ഈശോ കടന്നു വരട്ടെ. ഈശോ ഇറങ്ങി വരട്ടെ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. വലിയ ദൈവകൃപയുണ്ടാവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ മഹത്വം, 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 മഹത്വം. പരിശുദ്ധ കന്യകാ മറിയമേ, എന്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ,
സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണം. ഞാൻ അങ്ങേക്ക് നൽകി ഉപകാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. പരിശുദ്ധ മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ. പ്രിയപ്പെട്ട എന്റെ മക്കളെ, നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി UK സമയം രാത്രി 9 മണി തൊട്ട് 12 മണി വരെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ലൈവായിട്ട് അഡോറേഷൻ ഉണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന മാത്രമുള്ളൂ. ആരൊക്കെ ലൈവിലേക്ക് വരുന്നു അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു. രാത്രി 9 മണി തൊട്ട് 12 മണി വരെ UK സമയം 9 മണി തൊട്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല. പരിശുദ്ധാത്മാവ്, നിങ്ങൾ ഉറങ്ങിക്കൊള്ളുക. രാത്രി എഴുന്നേക്കാൻ തോന്നിയാൽ എഴുന്നേക്കുക, ലൈവിൽ പങ്കെടുക്കുക. നമ്മൾ ഒരുമിച്ച് ഈശോയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളോട് സമർപ്പിക്കുകയാണ്. പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കളെ നമ്മൾ സമർപ്പിക്കുകയാണ്. എക്സാം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന IELTS, OET, CBT, OSCE, കർത്താവെ, ഓരോ പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, രോഗപീഠകളുള്ള മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, ഈ സമയത്ത് ബിനുവിനെ, മാത്തച്ഛനെ, ബിനുവിന്റെ കൈവേദനയെ കർത്താവെ ഏറ്റെടുക്കണേ അപ്പാ. തോമസ് ചേട്ടനെ സമർപ്പിക്കുന്ന കർത്താവെ, ചേച്ചിയെ സമർപ്പിക്കുന്ന കർത്താവ്, മനോജിനെ, ജെസിയെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന ഈശോ ഏറ്റെടുക്കണേ അപ്പാ. ഈശോയെ, ജാക്കലിൻ ചേച്ചിയെ, ഷായി ചേട്ടനെ സമർപ്പിക്കുന്നു കർത്താവെ, ജോൺ ചേട്ടനെ, കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ, ബീന സക്രിയായെ സമർപ്പിക്കുന്ന കർത്താവെ, ഡി ചേച്ചിയും കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ, വിസ തടസ്സങ്ങളുള്ള മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, ജോസ് മാത്യുവിനെ സമർപ്പിക്കുന്നു, റിനി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ, ബിന്ദു സജിയെ സമർപ്പിക്കുന്നു, പ്രീതി ഷിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണേ ഈശോയെ. കർത്താവെ, ജോസ് മാത്യുവിനെ സമർപ്പിക്കുന്നു കർത്താവെ. ഓരോ വ്യക്തികളെ കർത്താവെ, +2 SSLC, GCSE, A-level, മെഡിസിൻ എൻട്രൻസ് ഒക്കെ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ. മേഴ്സി വിക്ടറിനെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ, മഞ്ജു കുര്യാക്കോസിനെ സമർപ്പിക്കുന്ന കർത്താവെ. ലിജോ സെബാസ്റ്റിനെ, കുടുംബത്തെ സമർപ്പിക്കുന്ന ഈശോയെ. കർത്താവ്, ഈ സമയത്ത് എല്ലാ മക്കളെയും കർത്താവെ ബെർലി ഓർക്കുന്നു, കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ. കരുണയായിരിക്കണം ഈശോ. ഈശോയെ, കരുണയായിരിക്കണം ഈശോയെ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ജോളിച്ചേട്ടനെ, പോളിബ്രദറിനെ സമർപ്പിക്കുന്ന കർത്താവ്, സിജോയെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ, ഓരോ വൈദികരെ, അഭിയുന്ന പിതാവിനെ, എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജസ്റ്റിൻ ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കണേ. ജെസ്സി ജോൺസനെ നിയോഗങ്ങൾ ഏറ്റെടുക്കണേ അപ്പ. റെജി കെ ജോയിയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ നിയോഗങ്ങളിലേക്കെല്ലാം പരിശുദ്ധമാവും നിറയട്ടെ. നമ്മൾ നടക്കാൻ പോകുന്ന ആദ്യ വെള്ളിയാഴ്ച പ്രവാചകത്വത്തിന്റെ ഓൺലൈൻ ധ്യാനത്തെ നമുക്ക് സമർപ്പിക്കാം. കവൻട്രിയിലുള്ള യൂത്തിന്റെ ധ്യാനത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, കടന്നു വരുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധമാവും നിറയട്ടെ. കർത്താവെ, സാന്ദ്ര ജിപ്സനെ സമർപ്പിക്കുന്നു, സിജിമോൾ തോമസിനെ സമർപ്പിക്കുന്ന കർത്താവെ. സിംസൺ വലിയ വീട്ടിലിനെ സമർപ്പിക്കുന്നു, റോബിൻ തോമസിനെ സമർപ്പിക്കുന്നു ഈശോ. കർത്താവ്, ഈ രാത്രി കർത്താവെ അനുഗ്രഹത്തിന്റെ രാത്രിയാക്കണം കർത്താവെ. നിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ നിറയട്ടെ. ജ്യോതി തോമസിനെ നമുക്ക് സമർപ്പിക്കാം, സുബി റോസിനെ സമർപ്പിക്കാം. എല്ലാ മക്കളിലും പരിശുദ്ധാത്മാവരട്ടെ. ജോലിയില്ലാത്ത മക്കള്, കർത്താവെ വഴി കാണാത്ത മക്കള്, അവരെല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മിശിഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ, മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ, മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ, അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണം. പിതാവായ ദൈവമേ, പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവെ എന്നെ സൃഷ്ടിക്കണം. പിതാവായ ദൈവമേ, എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ. അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ. കർത്താവെ, തിരുമുൻപിലേക്ക് മിനിമോളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഷാജി ആന്റണിയെ സമർപ്പിക്കുന്നു കർത്താവെ. ഈശോയെ, മരിയ അനിയെ സമർപ്പിക്കുന്നു. ജോസുകുട്ടി ജോസഫിനെ സമർപ്പിക്കുന്നു ഈശോയെ. കർത്താവെ, ഷേർലി ഷജിയെ സമർപ്പിക്കുന്ന കർത്താവെ. ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു ഈശോയെ. ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്ന കർത്താവ്. വെന്റിലേറ്ററുകളിൽ ആയിരിക്കുന്നവരെ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ രോഗപീഠകളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. ഈശോയെ, നടക്കാൻ പോകുന്ന എല്ലാ ധ്യാനങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവെ. ഈശോയെ, രൂപതയുടെ ലീഡേഴ്സ് റിട്രീറ്റിനെ, അച്ഛന്മാരുടെ ധ്യാനത്തെ ഒക്കെ സമർപ്പിക്കുന്ന കർത്താവെ. കർത്താവ്, രൂപതയുടെ നാനാഭാഗങ്ങൾ, എല്ലാ കുടുംബങ്ങളെ ഈശോയുടെ ശക്തി വെളിപ്പെടട്ടെ. ഈശോയെ അനുഗ്രഹിക്കണേ അപ്പാ. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ. എല്ലാ മക്കളും ഈശോയെ സ്തുതിക്കട്ടെ. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിന്റെ വലിയ കൃപയ്ക്ക് മുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ കൊടുക്കുകയാണ്. ഈശോയെ, അങ്ങ് ഇറങ്ങി വന്ന് കൃപയാൽ ജ്വലിക്കപ്പെടുവാൻ യേശുവേ കരുണയായിരിക്കണേ അപ്പാ. സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, ബലമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. മാനസാന്തരങ്ങളില്ലാത്ത ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലോട്ട് നമുക്ക് കൊടുക്കാം. കർത്താവെ, നീ കർത്താവാണെന്ന്
നീ ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുകയാണ്. എല്ലാ മക്കളും ഈശോയുടെ ശക്തിയിൽ വിശ്വസിച്ച് ഷിനി ജയനെ നമുക്ക് സമർപ്പിക്കാം. സജിത ബിനുവിനെ സമർപ്പിക്കാം. ഈശോയെ ബിജു സജുവിനെ പള്ളിപ്പെരുന്നാൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗക്കിടക്കയിലായിരിക്കുന്നത് പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കള്, ഈശോയെ കുടുംബപ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ, മാനസാന്തരമില്ലാത്ത മക്കളെയൊക്കെ സമർപ്പിക്കുകയാണ് ഈശോയെ. ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിച്ചേ, ഈശോയുടെ കുരിശിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തു പ്രാർത്ഥിച്ചേ. കർത്താവേ കരുണയാകണേ ഈശോയെ. രാത്രി ആരാധന ഏറ്റെടുക്കണേ അപ്പാ. പ്രാർത്ഥിക്കാനുള്ള മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോയെ ബീന സക്കറിയായെ സമർപ്പിക്കുന്നപ്പാ. അന്നമ്മ രാജമ്മ തോമസിനെ സമർപ്പിക്കുന്നു. കർത്താവേ നാഥനേ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, ഈ കർത്താവാണ്. ഈശോയെ ഷിബു ദിവാകരനെ സമർപ്പിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോയെ സോഫിയ സന്ദീപിനെ സമർപ്പിക്കുന്ന കർത്താവേ, മക്കളില്ലാത്ത ദമ്പതികളെ തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, കടബാധ്യതയുള്ള കടന്നു പോകുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ രോഗപീഠകളുള്ള മക്കൾ, ഹാർട്ടിന്റെ പ്രോബ്ലമുള്ള മക്കൾ, ലങ് ക്യാൻസർ ആയിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ ഈശോയെ നിന്റെ സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. ദിവ്യ സ്ഥാനിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. കർത്താവേ നീ ശക്തിയുള്ളവനാണ്, നീ പാലകനാണെന്ന്, നീ അധിപതിയാണെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, അബ്രഹാം അറ്റത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവേ ജോബി തോമസിനെ സമർപ്പിക്കുന്നു. നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവേ സൗമ്യ തോമസിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഓ എന്റെ രക്ഷാവേ ആരാധന അങ്ങേക്കാരാധന. ഈശോയെ ഷിബു ദിവാകരനെ ഏറ്റെടുക്കണേ അപ്പാ. ദൈവമേ എന്റെ കർത്താവേ ആരാധന അങ്ങേക്കാരാധന. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. അന്ന ജോയെ സമർപ്പിക്കാം, സ്മിത എന്നെ സമർപ്പിക്കാം. ഈശോയെ എല്ലാ മക്കളെ ഏറ്റെടുക്കണം. ഈശോയെ ഈശോയെ ജെറിച്ചേട്ടനെ സുനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിൻസിയെ മാട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ അനുഗ്രഹിക്കണേപ്പാ. ആൻസി ബോബിയെ സമർപ്പിക്കുന്ന കർത്താവേ, ജോസ് ദാസിനെ സമർപ്പിക്കുന്ന ഈശോ, ലിൻസി ആഷിനെ കർത്താവേ, കുഞ്ഞിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോ ഈശോ എന്റെ ഈശോയെ ഇറങ്ങി വരണേ. ഈശോയെ മക്കളിലേക്ക് കുടുംബങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരട്ടെ. ണെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ സബിത ജോസിനെ സമർപ്പിക്കുന്ന കർത്താവേ, സജിത ബിനുവിനെ സമർപ്പിക്കുന്ന കർത്താവേ, ലൂയിസ് സൈമനെ സമർപ്പിക്കുന്ന കർത്താവേ, ആൽഫി ജോണിനെ സമർപ്പിക്കുന്ന കർത്താവേ, റിഷോ ജോസിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ എന്റെ ദൈവമേ എന്റെ ഈശോയെ പ്രകാശ് തമ്പിയെ സമർപ്പിക്കുന്നു. ഈശോയെ അൽഫോൻസ് ആന്റണി നെറ്റോയെ സമർപ്പിക്കുന്ന കർത്താവേ, ഓ എന്റെ കർത്താവേ ആരാധന അങ്ങേക്കാരാധന. ഈശോയ്ക്കെല്ലാം സാധിക്കുമെന്ന് വിശ്വസിച്ച് ആണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോയെ രാജി ബിജുവിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഓരോ മക്കളെ ഏറ്റെടുക്കണേ. ആൽഫി ജോണിനെ സമർപ്പിക്കുന്നു, തോമസ് ചാക്കോയെ സമർപ്പിക്കുന്ന കർത്താവേ, ജിനി മരിയായെ അവളുടെ ചേച്ചിയുടെ രോഗപീഠകളെ
ഈശോയെ കടബാധ്യതകളെ ലേബ കോശിയെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ ശോഭി ജോർജിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ ഏറ്റെടുക്കണേ അപ്പാ. സുനി മാനുവലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജിജോ പഴയത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കട്ടെ. ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോയെ ആരാധന അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ 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 രോഗികളെ ഏറ്റെടുക്കണേ അപ്പാ. വഴികൾ തുറക്കണേ ഈശോയെ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഈശോയെ ലിലു സോമുവിനെ സമർപ്പിക്കുന്ന കർത്താവ്. ജിം ജോസി പുഴകിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൈല ഫെലിക്സിനെ സമർപ്പിക്കുന്നു. സിനി ജോബിയെ സമർപ്പിക്കുന്ന കർത്താവെ. ജിജു പീറ്ററിനെ കല ആർ മണ്ണാറപ്പാറയിലെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ ബിജി തോമസിനെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവരിലേക്ക് ഇത് എത്തും. ഈശോയെ ഷീന ജേക്കബിനെ സമർപ്പിക്കുന്നു. ബിജു കാച്ചപ്പള്ളിയെ ഡെയിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ അപ്പാ. ഓരോ മക്കളിലേക്കും ഈശോയുടെ കൃപ നിറയട്ടെ. ഈശോയുടെ വലിയ കൃപയുടെ ആഴങ്ങളിലേക്ക് എല്ലാ മക്കളും നിറയപ്പെടട്ടെ. ഈശോയ്ക്ക് എല്ലാം സാധിക്കും. കർത്താവേ, നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. കർത്താവേ, നീ തരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല. കർത്താവെ, പറഞ്ഞാൽ വിശ്വസിക്കാത്ത വലിയ പ്രവൃത്തികള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ചെയ്യണം. ഈശോയോട് പ്രാർത്ഥിക്കുക എല്ലാ മക്കളും. മാർട്ടിൻ ജോസഫിന്റെ കടബാധ്യതമായ ദൈവശക്തി വെളിപ്പെടട്ടെ. ഈശോയുടെ വലിയ ശക്തി വെളിപ്പെടട്ടെ. ഈശോയെ ഇടപെടണേ അപ്പ. കർത്താവെ ഇടപെടണമേ. തളർന്നു പോകുന്ന എല്ലാ മേഖലകളെയും ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുനീരുകളെ, നമ്മുടെ വേദനകളെ ഒക്കെ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ സിബിമോളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, എല്ലാ തകർച്ചകളും എല്ലാ വേദനകളും ഒരിക്കൽ കൂടി സമർപ്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ നമ്മുടെ ഉമ്മല ഹൃദയത്തിലേക്ക് നമ്മളെ കൊടുത്തു പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാ വേദനകളും എല്ലാ മക്കളെയും തളർച്ചകളും മകനേ വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ കൃപ നിറയട്ടെ. റീജ ജോയിയെ സമർപ്പിക്കുന്ന കർത്താവേ, കാറ്റിക്കസൻ എക്സാമിനെ ഏറ്റെടുക്കണേ അപ്പാ. ലിസി സജിയെ സമർപ്പിക്കുന്ന ഈശോയെ. ഈശോയെ ആശ ജോയിയെ നിയോഗത്തെ ഏറ്റെടുക്കണേ അപ്പാ. മരിയറ്റ് കുമാറിനെ സമർപ്പിക്കുന്ന കർത്താവേ. ഈശോയെ അൻസാദ് ആന്റണിയെ സമർപ്പിക്കുന്ന കർത്താവേ. ഈശോയെ മേരി ഡിസൂസായെ സമർപ്പിക്കുന്നപ്പാ. വിശ്വസിക്കാനാവാത്ത അത്ഭുതം ദൈവം ചെയ്യാൻ കൊയ്യു. കർത്താവേ, മേരി ഡിസൂസയെ, ജോയിസ് മോളെ, ജിബിമോൾ ജിനേഷിനെ സമർപ്പിക്കും. കർത്താവേ, ഇടപെടണേ അപ്പാ. കുടുംബങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ആനി ബേബിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ അനു ജയ്മോനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോയെ ജാൻസി സിജുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സജി ജോർജ് മുളയ്ക്കലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മനമേ കടലിന്റെ മുന്നിൽ അതറുവതോ മനമേ. ഈശോയെ ആൽവിൻ കറുകയിലെ സമർപ്പിക്കുന്നപ്പാ. ഈശോയെ അലീസ തോമസിനെ സമർപ്പിക്കുന്ന ഈശോയെ. മനമേ എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ. അരുതേ വിശ്വസിക്കാനാകാം ദൈവം ചെയ്തിടും. ഈശോയെ ആന്റണി മോളെ സമർപ്പിക്കുന്നപ്പാ. മിനി ജോൺ അലക്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോയെ ഏറ്റെടുക്കണം. ഈശോയെ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളെ. ലൂസി മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോയെ അനുഗ്രഹിക്കണേ അപ്പ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഈശോയെ
മനമേ. ഉല്ലാസ ബാസിനെ സമർപ്പിക്കുന്ന കർത്താവേ, മനമേ. ദൈവം ഇറങ്ങി വരും. മനമേ സിനി ജോസിനെ മൈക്കിളിനെ സമർപ്പിക്കുന്നപ്പാ. ദൈവം ഈശോയ്ക്ക് നമ്മുടെ എല്ലാ കണ്ണുനീരുകളെ നമ്മൾ സമർപ്പിക്കാം. ലീജ അനിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആൽബിൻ സെബിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ കുഞ്ഞുങ്ങളെ, കർത്താവെ പഠിക്കാൻ പറ്റാത്ത മക്കളെ സമർപ്പിക്കും. ഈശോയെ, എന്റെ ഈശോയെ എല്ലാ മക്കളെ ഏറ്റെടുക്കണം. ഈശോയെ, ബിജു ജോസഫിന് മക്കളില്ല, ഭവനമില്ല കർത്താവെ, സ്ഥലമില്ല. ഈശോയെ, മനമേ താഴ്വരയിൽ വിശന്നിടുന്നോ മനമേ. ആകാശത്തിലെ പറവയിലൂടെ അപ്പം കൊണ്ടുതരും ദൈവം ഇളമുതരും. ഈശോ മനമേ ആകുലമോ അരുതേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടും. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ാലേ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. റോയി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവേ, മനമേ ആകുലമോ അരുതേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പരിശുദ്ധ അമ്മയുടെ ഉമ്മല ഹൃദയത്തിലേക്ക് പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഓരോരുത്തർ നിയോഗങ്ങളെ സമർപ്പിക്കാം. ജിജി സെബി അവരുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ഒക്കെ നമുക്ക് സമർപ്പിക്കാം. ഓരോരുത്തരുടെയും വേദനകള് ഈശോയുടെ കരങ്ങളിലോട്ട് നമ്മൾ കൊടുക്കുകയാണ്. രോഗികളായിട്ടുള്ളവരെ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കുകയാണ്. കണ്ണുനീരിലായിരിക്കുന്നവർ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്തതാണ്. ഈശോയെ, എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. അലക്സ് ജോസനെ സമർപ്പിക്കുന്ന കർത്താവെ. സോണിയ കാബിലിനെ, ഈശോയെ ലിസി വിൻസെന്റ് അനൂപിനെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ കരുണയായിരിക്കണേ. സ്റ്റെഫി ജൂഡിനെ സമർപ്പിക്കും. ഓരോരുത്തർ ഈശോയുടെ കരങ്ങളിലോട്ട് നമ്മൾ കൊടുത്ത് ഈശോയുടെ വലിയ പരിശുദ്ധാത്മാവ് എല്ലാ മക്കളും നിറയട്ടെ. സിനി പീറ്ററിനെ സമർപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഷെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകും. നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഒരു ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ട്, പറ്റുവാണെന്ന് ഷെയർ ചെയ്യുക. റോയി ജോസഫിനെ സമർപ്പിക്കാം. ജിക്കി മനോയെ സമർപ്പിക്കാം. ഈശോയെ ഓരോരുത്തരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും കണ്ണുനീരുകളെയും ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് ഈശോയ്ക്ക് വലിയ നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ നമ്മൾ ലൈവ് ഇവിടെ അവസാനിപ്പിക്കും. ഇന്ന് രാത്രി ഇപ്പോൾ ഇവിടെ UK 5 മണിയാവുകയാണ്. 4 മണിക്കൂറുകൾ കഴിയുമ്പോൾ UK ഉള്ള 9 മണി, രാത്രി 9 മണി സമയത്തോട്ട് 12 മണി വരെ നൈറ്റ് വിജിലാണ്. അത് മധ്യസ്ഥ പ്രാർത്ഥന മാത്രം, ടോക്ക് ഒന്നുമില്ല. ദിവ്യാൻ എഴുന്നേച്ച് വെക്കും. ലൈവിൽ വരുന്ന ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കും. സന്തോഷ് തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആർക്കെങ്കിലും ഒക്കെ, ഞാൻ ഉറക്കടച്ചിരിക്കണമെന്നൊന്നും പറയാല, നാളെ സൺഡേ ആണ്, ആർക്കെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയ ലൈവിൽ കടന്നു വരിക. ഒരുമിച്ചിരുന്ന് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന കരഞ്ഞു വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. കാരണം കർത്താവ് പറയുകയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ, എനിക്കതിനെ ഒരുപാട് ഞാൻ സിസ്റ്ററായ നാളെ തൊട്ട് എൻ്റെ മനസ്സിലെന്നെ സ്പർശിച്ചിരിക്കുന്ന ഒരു വചനഭാഗമാണത്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആ വലിയൊരു നിഷ്കർഷയാണ് നമ്മൾ കാണുക. അവിടെ വചനം ഇങ്ങനെ പറയുകയാണ്, അത് കർത്താവിന്റെ സന്നിധിയിൽ നീ ഹൃദയധാര, നിന്റെ ഹൃദയത്തിന്റെ എല്ലാ വേദനകളെയും ദൈവസന്നിധിയിലോട്ട് കൊടുക്കുക. ദൈവം നിന്റെ കണ്ണുനീര് കാണുന്നിടം വരെ നീ
അടങ്ങിയിരിക്കരുത്. കർത്താവ് നിന്നെ കാണുന്നിടം വരെ നീ നോക്കി കണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക. 2-ാം അധ്യായം 19 മുതൽ വചനങ്ങളാണ്. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മൾക്കൊക്കെ പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടാത്ത സമയങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. പക്ഷെ നമ്മൾ രാത്രികളിൽ ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ മറ്റൊന്നും എഴുന്നള്ളിച്ച് വെച്ച് ഈശോയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വിലാപങ്ങളുടെ പുസ്തകം 18 മുതൽ വചനങ്ങൾ ഇങ്ങനെയാണ്: സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കം നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ. നീ വിശ്രമിക്കരുത്, നിന്റെ കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിക. എന്തിനു വേണ്ടിയാ? കവലകളിൽ വിശന്നു തളർന്നു വീഴുന്നതിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. കർത്താവെ നോക്കി കാണണേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ രാത്രി നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ എഴുന്നേറ്റിരിക്കുക. നാളെ ഞായറാഴ്ചയാണല്ലോ. അപ്പൊ നമ്മൾ എഴുന്നേറ്റിരുന്ന് നൈറ്റ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ വലിയ കൃപ അനേക ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവരെല്ലാം ഈശോ തൊടണം. വലിയ മധ്യസ്ഥം എല്ലാ മക്കൾക്കും കിട്ടണം. കർത്താവിന്റെ വലിയ ഇടപെടലുകൾ ജീവിതങ്ങളിൽ ഉണ്ടാവണം. ഈശോയെ ഇറങ്ങി വരണേ. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുകയാണ്, കുറച്ച് പേരുണ്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട്. നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളെ പരിശുദ്ധാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിക്കോ. നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. മിനി ദിനേശിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർ ഈശോയുടെ കരങ്ങളോട്ട് കൊടുക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക. അപ്പൊ അവർ പങ്കെടുക്കും. അപ്പൊ അവർ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഈശോയെ ആരാധിക്കാൻ ഒരുമിച്ച്. നമ്മൾ ഇവിടെ ഒരു പേരോ പ്രശസ്തി ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ഉറപ്പാണ്, ഈശോയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്ക് ആർക്കും പ്രത്യേക മഹാത്മ്യോ മേന്മയോ ഒന്നുമില്ല, പക്ഷെ ദൈവം ഇടപെടും. രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. ഇനി അടുത്ത ധ്യാനം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം 1-ാം തീയതി പ്രവാചക ശബ്ദ നേതൃത്വത്തിൽ നമ്മൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടത്തുന്ന വലിയ ഓൺലൈൻ ധ്യാനം. വൈകുന്നേരം കവൻട്രി വെച്ച് നടത്തപ്പെടുന്ന യൂത്തിന്റെ ധ്യാനമാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഇവിടെ കവൻട്രിയിൽ ഒരു ധ്യാനം നടത്തുന്നുണ്ട്. ആ ധ്യാനമുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയുടെ അതൊക്കെ ഓർക്കണം. ഈശോയുടെ വലിയ കൃപ അനേക ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരാനായിട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ഈശോ ചെയ്യും. ഈശോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ കർത്താവ് എനിക്ക് മറ്റൊരു വചനമാണ് എന്നെ ഇപ്പോഴും സ്വാധീനിക്കും, പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വചനം ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വചനങ്ങൾ: രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്തവരുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അത് നമ്മുടെ കർത്താവ് എൻ്റെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾക്ക്, ഈശോ രോഗപീഠകളൊക്കെ നീ മാറ്റണം. ഈശോ തൊടണം എല്ലാവരെയും. അപ്പൊ ഈശോ എല്ലാവരെയും തൊട്ട് എല്ലാവരുടെയും വേദനകൾ മാറ്റിക്കളയണം. സാജുമോനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ എല്ലാ വ്യക്തികളെ അവരുടെ വേദനകളെ, സിസ്റ്റീന ബിജുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മിഖായൽ കലൂറിന് കർത്താവെ കട തുറക്കാൻ പറ്റുന്നില്ല. കർത്താവ് വലിയ ഒരു കടബാധ്യതയുടെ നടുവിലാണ് മകൻ. ഈശോയെ അവിടുന്ന് ഈ രാത്രിയൊക്കെ അത്ഭുതം. ഇന്നലെ ആ പെങ്കൊച്ച് ഈശോയ്ക്ക് വേണ്ടി അവൾ ഇറങ്ങി വന്നപ്പോൾ അവളുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് ഇടപെടുകയാണ്. അപ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി, എനിക്കതാണ്, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിങ്ങനെ ഊർന്നു പോകുന്ന നമുക്ക് തോന്നും. സത്യമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളോട് പറയും, നിങ്ങൾ വിചാരിക്കരുത് നമുക്ക് സഹനങ്ങളും സങ്കടങ്ങളും ഉണ്ട്. നമുക്ക് സങ്കടങ്ങളും പ്രതിസന്ധികളൊക്കെ ഒത്തിരി ഉണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ. അപ്പം ആ മണ്ണ് നമുക്ക് ഇനി ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഊർന്നു പോയാൽ നമ്മൾ വീണു പോകും, നമുക്ക് നിൽക്കാൻ ഇടയില്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും ഊർന്നു പോകും നമുക്ക് തോന്നുമ്പോഴും നമുക്ക് വേണ്ടി ഈശോ ഇറങ്ങി വരും. അതെനിക്ക് ഉറപ്പുണ്ട്. ആ ഈശോയാണ് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. എന്തോരം നിലവിളിക്കാവോ അത്രയും നിലവിളിക്കണം അവന്റെ മുൻപിൽ. എത്ര സമയം യേശുവിനോട് ചെലവഴിക്കാൻ പറ്റുമോ അത്രയും ചെലവഴിക്കുകയാണ്. ഇപ്പൊ നമ്മളിവിടെ നിങ്ങളെ ആരും എന്റെ ടോക്ക് കേൾക്കാൻ ക്ഷണിക്കുമല്ല ഇന്ന് രാത്രി, മറിച്ച് നിങ്ങളെല്ലാവരും ഈശോയുടെ മുമ്പിൽ ഒരുമിച്ച് ദിവ്യാൻ എഴുന്നടിച്ച് വെക്കും, ഒരുമിച്ചിരുന്ന് ആരാധിക്കും. രാജീവ് തണ്ണിത്തോടിനെ നമുക്ക് സമർപ്പിക്കാം, സുബി ബിജുവിനെ നമുക്ക് സമർപ്പിക്കാം, ദീപ ആനന്ദനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ലോകം മുഴുവനുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ ചിലപ്പോഴെങ്കിലും നമുക്ക് ഈ സമയത്ത് ഡോണിയ ജോഷിക്ക് കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള കൃപ കിട്ടാൻ പ്രാർത്ഥിക്കാം. അഞ്ജു ജോണിനെ നമുക്ക് വലിയ വിശ്വാസം കിട്ടാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജോർജ് MBയെ സമർപ്പിക്കാം. സോന ജോസിനെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. നമുക്ക് അറിയാം, നമുക്ക് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും വ്യത്യസ്തമല്ല, നമ്മുടെ യുവജനങ്ങളൊക്കെ അങ്ങ് വിശ്വാസത്തിൽ നിന്ന് അങ്ങ് അകന്നു പോകും. അതുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ഉറക്കം നിലവിളിക്കണം. ഇവരെല്ലാം ഈശോയുടെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ട് വരണം.
ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാവരും ഈശോയ്ക്ക് കൊടുക്കാനുള്ള ഒരു കൃപ ഈശോയെ എനിക്ക് തരണേ ഈശോയെ. എനിക്ക് എല്ലാവരും കൂട്ടിക്കൊണ്ട് വരണം. അതെന്റെ ആഗ്രഹമാണ് ഈശോയെ. ഡി ചേച്ചിയും കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റുള്ളവർ ഇത് ആദ്യം തൊട്ട് കാണാൻ പറ്റാത്തവർ കണ്ട് വിമലഹൃദയ പ്രതിഷ്ഠ 19-ാം ദിവസം പൂർത്തിയാക്കാൻ നമുക്ക്. ഈശോ നമ്മുടെ ഒക്കെ അനുഗ്രഹിക്കട്ടെ. ഷിബു ജോയിയെ സമർപ്പിക്കുന്നു, മഞ്ജു മാത്യു ഓരോരുത്തരെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഈശോയുടെ എല്ലാ കൃപകളും ഉണ്ടാവട്ടെ. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ ഓരോരുത്തർ ഒരിക്കൽ കൂടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും എനിക്ക് വേണ്ടി